ഫ്രണ്ട്സ് എപ്പോഴും ലോങ് വീഡിയോ എന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ വന്നേനെ കേട്ടോ. ഇവ അതാ കളിച്ചുകൊണ്ടിപ്പോണ്ട്. അപ്പോഴും കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഹോസ്പിറ്റലായിരുന്നു. 4-ാം തീയതി ആയിരുന്നു എന്ന് തോന്നുന്നു തിരുവോണം. 4-ാം തീയതിയാണ് തിരുവോണം. അപ്പോൾ 3-ാം തീയതി ഡെലിവറി കഴിഞ്ഞ് വാർഡിലാക്കി. പിറ്റേന്നൊരു വിളി അറിയുന്നു, നമ്മളവിടെ അടുത്തുള്ള ഒരാൾ മരിക്കുന്നൊരു ചേട്ടൻ്റെ ഏജുള്ള വീട്ടിൻ്റെ അടുത്തുള്ള. പിന്നെ എല്ലാം എന്ന് വെച്ചാൽ ഉച്ചയ്ക്കായപ്പോൾ നടക്കും. പക്ഷേ വീട്ടിലെല്ലാം സെറ്റായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ചേട്ടൻ മരണത്തിലൊക്കെ പോയിട്ട് വന്നപ്പം ഇത് എനിക്ക് ഓണസദ്യ കൊണ്ടുവന്ന്. പക്ഷേ ഒരുള്ള പോലെ എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് അത്രയും വേദന ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും പറ്റൂല. എന്ന് വെച്ചാൽ കുറച്ച് വേറെ റൂമിലോട്ട് പോകണം ഫുഡൊക്കെ കഴിക്കാൻ. അവിടെ പോയി എനിക്ക് ഒന്നും ബെഞ്ചിലിരിക്കാൻ കൂടി പറ്റില്ല. ഇന്ന് ഞാൻ വേദന ആലോചിക്കുന്നുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റുള്ളതായിരുന്നു. ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ പായസം മാത്രം ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. അല്ലാതെ ചോറ് അതേപടി ഇരുന്ന് ഞാൻ കഴിച്ചില്ല. കാരണം എനിക്ക് വേദന കൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ വേദന ഇപ്പോഴും അറിയുന്നു. പക്ഷേ ഈ തവണയാണെങ്കിൽ ഇപ്പം അമ്മേൻ്റെ ആദ്യം 2 കുഞ്ഞുങ്ങളെയും വെച്ച് ഹോസ്പിറ്റലിൽ ഈ നല്ലൊരു ആഘോഷ ദിവസമൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറയാൻ നമുക്ക് ഒട്ടും നമ്മളെ മനസ്സൊക്കെ അല്ലാതെ പിന്നെ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഭേദമായാൽ മതി എന്നൊക്കെ ഉള്ളൊരിതാണ്. നമ്മളെ മനസ്സൊന്നും അപ്പോഴും നേരെ ആയിരിക്കില്ല. എന്തോ കഷ്ടകാലം പിടിച്ച് കിടക്കണമെന്ന് തോന്നുന്നു അല്ലേ ഇവ എന്ത് പറയണ്? നമ്മൾ വിചാരിക്കും അടുത്ത് നീ ക്രിസ്മസ് വരെ ഇല്ലാതെ ആഘോഷിക്കാമെന്ന്. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് വേറെ എന്തെങ്കിലും വന്നു പെടുന്നത്. അങ്ങനെയായിരുന്നു ഓണം ഇരുന്ന് ഇപ്പം നമ്മൾ വെച്ച് ക്രിസ്മസ് ആഘോഷിക്കാമെന്ന്. ക്രിസ്മസ് ആഘോഷിക്കുന്നപ്പോൾ ചേട്ടൻ പോയി വീണ് പണിക്കൊക്കെ പോയി തുടങ്ങേണ്ട ഒരിതായിരുന്നേ ഉള്ളൂ. പൈസയില്ല കയ്യിൽ, അങ്ങനെയുള്ളൊരിതായിരുന്നു. ഇനി എന്ത് വരാതിരിക്കണമെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ അമ്മോ, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ നേരെ ചൊവ്വ ഒന്നും ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ നൂലിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. ഇനി 3-ാം തീയതി ഇവൻ്റെ ബർത്ത്ഡേ. ഒന്നും അറിഞ്ഞൂടാ ബർത്ത്ഡേ നടത്തണമെന്നോ നടത്തണ്ടെന്നോ ഒന്നും. കാരണം ആദ്യമൊക്കെ ആശുപത്രിയിലാണെങ്കിൽ മിക്കവാറും നമ്മൾ ഡേറ്റൊക്കെ മാറ്റി വയ്ക്കും. ഒന്നും തീരുമാനിച്ചില്ല. ഇവാനാണെങ്കിൽ ഭയങ്കര വികൃതിയാണ് കേട്ടോ ഫ്രണ്ട്സ്. പാറയിൽ അവന് കയറണം. ഈ ഇരിക്കുന്ന പാറയിൽ അവൻ വലിഞ്ഞു പിടിച്ച് കയറാനാണ് ഈ നിൽക്കുന്നത്. എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ ഇന്ന്. അതിൻ്റെ അടുത്ത് തീരുമാനം. അപ്പോഴേ നാളെ ഊണും കൊണ്ട് ആശുപത്രി പോകണം. എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെ പരിപ്പ് കറി സദ്യ നമുക്ക് ഇതുവരെ എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ നിറയെ കൂട്ടാങ്ങൾ വെച്ച് അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. സാമ്പാർ, അവിയൽ, തോരൻ, മാങ്ങാച്ചാറ്, അത്ര തന്നെ. പരിപ്പ് കറിയൊന്നും ഇവിടെ വെച്ചിട്ടില്ല ഇതുവരെ ഓണത്തിന്. സാമ്പാർ, മോര് ഇതൊക്കെ തന്നെ. വേറൊന്നുമില്ല. ചിക്കൻ എടുക്കും, അത്ര തന്നെ. മോര് പോലും വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഈ തവണ പരിപ്പ് കറിയൊക്കെ ഉണ്ട്. നമുക്ക് കാണാം എന്താണെന്ന്.